ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 29ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലാസ്സസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കേരള ഭൂമിശാസ്ത്രം, അതേപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, അതേപോലെ ഭരണഘടന എന്നീ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10th പ്രിലിമിനറിക്ക് മുന്നേ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ ആ വീഡിയോസിലെല്ലാം നമ്മൾ വളരെ മിനിമം പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സയൻസ് മാത്രമാണ് കുറച്ച് വാസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത്, മെയിൻസിന് കൂടെ ഉപകാരമാകുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ബാക്കി കേരള ഭൂമിശാസ്ത്രം ആണെങ്കിലും ഭരണഘടനയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വേഗം തന്നെ കംപ്ലീറ്റ് ആക്കുക, കാരണം നമുക്ക് എക്സാമൊക്കെ അടുത്ത് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, ഇതിൻ്റെയൊക്കെ PDF നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ പോൾസും നമ്മൾ ഡെയിലി അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇന്ന് നമ്മളിപ്പോൾ എടുക്കുന്നത് നാച്ചുറൽ സയൻസിലെ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. SCRT-യിലുള്ളതും അതുപോലെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള പോയിന്റ്സും മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചെറിയൊരു ക്ലാസ്സാണ്, അപ്പോൾ എല്ലാ പോയിന്റ്സും പഠിക്കാം. അപ്പോൾ നമുക്ക് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകൾ നെല്ല്, മരച്ചീനി ഒക്കെയാണ്. നെല്ല്, മരച്ചീനി, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകൾ. അതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിള എന്ന് പറയാം. കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യ ആഹാരം എന്താ? അരിയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത്. അതേപോലെ ആലപ്പുഴ ജില്ലയിലെ പുഞ്ച കൃഷിയാണ്. പാലക്കാട് ജില്ലയിലാണെങ്കിൽ മുണ്ടകൻ കൃഷിക്കും വിരിപ്പ് കൃഷിക്കുമാണ് പ്രാധാന്യമുള്ളത്. ആലപ്പുഴയിലാണെങ്കിൽ ഏതാ? പുഞ്ച കൃഷിയാണ്. ആലപ്പുഴ ജില്ലയിലെ പുഞ്ച കൃഷിയും പാലക്കാടാണെങ്കിൽ ഏതാണ്? മുണ്ടകനും അതേപോലെ തന്നെ വിരിപ്പ് കൃഷിയും ഉണ്ട്. മുണ്ടകനും വിരിപ്പും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൃഷി രീതികളാണ്, ഇത് പഠിക്കണം. മുണ്ടകൻ, വിരിപ്പ്, പുഞ്ച എന്നുള്ളതാണ്. അപ്പോൾ ഈ വിരിപ്പാണ് ആദ്യം വരുന്നത്. വിരിപ്പ് കൃഷി വിള ഇറക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിള ഇറക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വിള ഇറക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. എന്നാൽ വിളവെടുക്കുന്നത് എപ്പോഴാണ്? വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ്. അപ്പോൾ ആ സെപ്റ്റംബർ ഒക്ടോബർ മാസത്ത് വിള ഇറക്കുന്നതാണ് ഇനി ഏത്? മുണ്ടകൻ. അപ്പോൾ ഇവിടെ വിള ഇറക്കുന്നു ഏപ്രിൽ മെയ്, ഇവിടെ സെപ്റ്റംബർ ഒക്ടോബർ. ഇനി സെപ്റ്റംബർ ഒക്ടോബറിൽ വിള ഇറക്കിയിട്ട് ഡിസംബർ ജനുവരിയിൽ വിളവെടുക്കുന്നത് ഏതാ? മുണ്ടകനാണ്. അപ്പോൾ ഈ മുണ്ടകൻ നമ്മൾ ശീതകാല വിള എന്ന് പറയാറുണ്ട്. ശീതകാല കൃഷി എന്ന് നമ്മൾ വിളിക്കും. ഈ മുണ്ടകനെ ആണെങ്കിൽ വിരിപ്പിനെ ആണെങ്കിൽ ശരത്കാല കൃഷി എന്നാണ് വിളിക്കുക. ശരത്കാല കൃഷി, ഖാരിഫ് വിള എന്നൊക്കെ അറിയപ്പെടുന്നത് വിരിപ്പാണ്. അപ്പോൾ വിരിപ്പ് വിള ഇറക്കുന്നത് ഏപ്രിൽ മെയ്യിലും വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലുമാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവ് ഇറക്കുന്നതാണ് മുണ്ടകൻ. അതിൻ്റെ വിളവെടുപ്പ് എപ്പോഴാണ്? ഡിസംബർ ജനുവരിയിലാണ്. അപ്പോൾ ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിളവിറക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിളവിറക്കുന്നത് പുഞ്ച. എന്നിട്ട് എപ്പോഴായിരിക്കും അത് എടുക്കുന്നുണ്ടാവുക? മാർച്ച് ഏപ്രിലിൽ അത് വിളവെടുക്കുന്നതാണ് പുഞ്ച കൃഷി എന്ന് പറയുന്നത്. അത് വേനൽക്കാല കൃഷിയാണ്. അപ്പോൾ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താ നമ്മൾ പറയുന്നത്? നെൽകൃഷികളാണ്. മുണ്ടകൻ, വിരിപ്പ്, പുഞ്ച. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള നെൽകൃഷി മുണ്ടകനാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കർഷക ദിനം. കേരള കർഷക ദിനമുണ്ട്, ദേശീയ കർഷക ദിനമുണ്ട്. കേരള കർഷക ദിനം എന്നാണ്? ചിങ്ങം 1. എന്നാൽ ദേശീയ കർഷക ദിനം ഡിസംബർ 23. ഓക്കെ, ഡിസംബർ 23 ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ കർഷക ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത്.
ചരൺ സിംഗിൻ്റെ ജന്മദിനത്തിന്. ഓക്കെ, ചരൺ സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രിയായിട്ടുള്ള ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23-നാണ് നമ്മൾ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് കൂടെ ഓർത്തിരിക്കുക. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര തൃശ്ശൂരാണ്. വെള്ളാനിക്കര തൃശ്ശൂരാണ്. ഇനി കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജില്ലയാണ് ഏത്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയാണ്. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി വിസ്തൃതിയിലും ഉൽപാദനത്തിലും മുന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാടാണ്. നെൽകൃഷിയുടെ വിസ്തൃതിയിലും അതുപോലെ തന്നെ ഉൽപാദനത്തിലും മുന്നിൽ നിൽക്കുന്നത് പാലക്കാടാണ്. രണ്ടാമതാണ് ആലപ്പുഴ. അപ്പോൾ അവിടെ ആ ജില്ലയുടെ ഭൂരിഭാഗം ഭൂമിയും കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതാണ് ജില്ല? പാലക്കാട്. അതായത് കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നെൽക്കിണ്ണം. കേരളത്തിൻ്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പാലക്കാടാണ്. നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചിരിക്കാം. ഇനി കേരളത്തിലെ നെല്ലിനങ്ങളെ പറ്റിയിട്ട് PSC ചോദിക്കാറുള്ള കുറച്ച് നെല്ലിനങ്ങളുണ്ട്. അതേതൊക്കെയാണ്? അന്നപൂർണ. അന്നപൂർണ എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നെല്ലിനമാണ് അന്നപൂർണ. അതേപോലെ തന്നെ രോഹിണി, അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി. ഓക്കെ, അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി, കൈരളി. കൈരളി ഉണ്ട്. പിന്നെ കാർത്തിക, ശബരി, ജയുണ്ട്. ജയ, പവിഴം. ഇതൊക്കെയാണ് ജയ, പവിഴം. ഇതൊക്കെ ഓർത്തിരിക്കുക. ജയ, പവിഴം. പിന്നെ വൈറ്റില 2, വൈറ്റില 1. ഓക്കെ, വൈറ്റില കേട്ടോ. വൈറ്റില 1, വൈറ്റില 2 എന്നൊക്കെ പറയുന്നത് എന്താണ്? കേരളത്തിലെ നെല്ലിനങ്ങളാണ്. ഈ അന്നപൂർണ, ജയ, പവിഴം ഇതൊക്കെ നോക്കി വയ്ക്കാം. ഇനി ഔഷധ നെല്ലിനങ്ങളാണ്. ഏതൊക്കെയാണ് ഔഷധ നെല്ലിനങ്ങൾ? ഗന്ധകശാല, ജീരകശാല, നവര, കൗങ്ങിൻ പൂത്താല. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. ഇനിയുണ്ട് ഇപ്പോൾ ഗന്ധകശാല, ജീരകശാല ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നവരേനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. കൗങ്ങിൻ പൂത്താല അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഉപ്പിൻ്റെ അംശമുള്ളത്, അതായത് കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് ഏഴോം എന്ന് പറയുന്ന നെല്ലിനം. ഇനി വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ടുള്ള നെല്ലിനമാണ് സുവർണ. വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ടുള്ളതാണ് സുവർണ. ഇനി അതേപോലെ നമ്മളിവിടെ പറഞ്ഞു ഈ കവുങ്ങിൻ പൂത്താല. ഈ കവുങ്ങിൻ പൂത്താല എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല എന്ന് പറയുന്നത്. അതുപോലെ പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധവും കൂടിയാണ്. പ്രമേഹ രോഗികൾക്ക് ഇതൊക്കെ ഔഷധ നെല്ലിനങ്ങളാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഉള്ളതാണ് ഏത്? കവുങ്ങിൻ പൂത്താല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിളയാണ് എന്ത്? തെങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിളയാണ് തെങ്ങ്. അപ്പോൾ നാളികേര വികസന ബോർഡ് ചോദിച്ചിട്ടുള്ളതാണ്. നാളികേര വികസന ബോർഡ് എവിടെയാണ്? കൊച്ചിയിലാണ്. എന്നാൽ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ബാലരാമപുരത്താണ്. തിരുവനന്തപുരത്താണ്. ഇനി കേരള ലോക നാളികേര ദിനം എന്നാണ്? സെപ്റ്റംബർ 2 അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നത് ഏഴോമാണ്. പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്നതാണ് കവുങ്ങിൻ പൂത്താല. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നതാണ് കവുങ്ങിൻ പൂത്താല. ഇനി ഗന്ധകശാല, ജീരകശാല എന്നൊക്കെ പറയുന്നത് ഔഷധ നെല്ലിനങ്ങളാണ്. കേരളത്തിലെ നെല്ലിനങ്ങൾ പഠിക്കുക. അന്നപൂർണ, രോഹിണി, ത്രിവേണി, ജ്യോതി, കൈരളി, ജയ, പവിഴ എന്നിവയൊക്കെയാണ്. ഇനി കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിളയാണ് തെങ്ങ്. വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ടുള്ള നെല്ലിനം അതും കൂടെ ഓർക്കുക സുവർണയാണ്. നാളികേര വികസന ബോർഡ് ചോദിച്ചിട്ടുണ്ട്. കൊച്ചിയാണ്. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം ചോദിച്ചിട്ടുണ്ട്. ലോക നാളികേര ദിനം അതും ചോദിച്ചിട്ടുള്ളതാണ് സെപ്റ്റംബർ 2. ഇനി ചില സങ്കര ഇനം തെങ്ങുകളാണ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു പ്രാവശ്യം ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര എന്നൊക്കെ പറയുന്നത് എന്താണെന്നും ഒരു പ്രാവശ്യം ഏതിൻ്റെയൊക്കെ സങ്കര ഇനമാണ് ഇതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും പഠിച്ചു വയ്ക്കുക. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ഇതൊക്കെ എന്താണ്? തെങ്ങിനങ്ങളാണ്. സങ്കര ഇനം തെങ്ങിനങ്ങളാണ്. അപ്പോൾ ചന്ദ്രലക്ഷ എന്തിൻ്റെയൊക്കെ സങ്കര ഇനമാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ചും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ചന്ദ്രലക്ഷ.
ചന്ദ്രശങ്കരയാണെങ്കിൽ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്. ഇനി ലക്ഷഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും. ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും. അപ്പോൾ ഈ 3 പഠിച്ചു വയ്ക്കുക, ടെക്സ്റ്റിലും കൂടെ ഉള്ളതാണ്. ഇനി കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള ഏതാണ്? മരച്ചീനിയാണ്. കിഴങ്ങുവിള മരച്ചീനിയാണ്. ഇനി കേരളത്തിലെ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം, പരുത്തി കൃഷി കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാ? ചിറ്റൂരാണ്. ചിറ്റൂർ എവിടെയാണ്? പാലക്കാടാണ്. ചിറ്റൂര് പാലക്കാട്. ഓറഞ്ച് കൃഷി എവിടെയാണ്? നെല്ലിയാമ്പതി, അതും പാലക്കാടാണ്. നെല്ലിയാമ്പതി അതും എവിടെ തന്നെയാണ്? പാലക്കാട് തന്നെയാണ്. പിന്നെ മാംഗോ സിറ്റി, കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് മുതലമടയാണ്. മുതലമട അതും എവിടെയാണ്? പാലക്കാട് തന്നെയാണ്. അതും പാലക്കാട് തന്നെയാണ്. അപ്പോൾ പരുത്തി കൃഷി ചെയ്യുന്നത് ചിറ്റൂരാണ്, ഓറഞ്ച് കൃഷി നെല്ലിയാമ്പതി, മാംഗോ സിറ്റി മുതലമട. ഇനി പുകയില കൃഷി, കേരളത്തിലെ ഏറ്റവും പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. അതേപോലെ തന്നെ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല കൂടിയാണ് ഏത്? ഇടുക്കിയിലെ വട്ടവടയാണ്. ഇനി തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലും അതുപോലെ തന്നെ വയനാടും. ഇടുക്കിയുമുണ്ട് വയനാടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ചോദിച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയുടെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇടുക്കിയിലെ വട്ടവട. പുകയില ചോദിച്ചിട്ടുള്ളതാണ് കാസർഗോഡ്. മാംഗോ സിറ്റി ചോദിച്ചിട്ടുണ്ട്. ഓറഞ്ച് കൃഷി ചോദിച്ചിട്ടുണ്ട്. പരുത്തി കൃഷിയും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഏതാണ്? ഐരാപുരമാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കണ്ടീഷൻ ഏതാണ്? ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസിലെ കൂടിയ താപനില, 25 ഡിഗ്രി സെൽഷ്യസിലെ കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയും 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ആവശ്യമാണ് എന്തിന്? റബ്ബർ കൃഷിക്ക്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. ഇനി റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? റബ്ബർ ബോർഡ് എന്ന് പറയുന്നത് കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതും കോട്ടയത്ത് തന്നെയാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കോട്ടയം തന്നെയാണ്. റബ്ബർ ബോർഡ് കോട്ടയം, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. ഇനി മിൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ധവള വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സഹകരണ സംഘം. അപ്പോൾ കേരളത്തിലെ ക്ഷീര സഹകരണ സംഘം ഇത് സ്ഥാപിതമായിട്ടുള്ള വർഷം ചോദിച്ചിട്ടുണ്ട്. 1980 തിരുവനന്തപുരമാണ് അതിൻ്റെ ആസ്ഥാനം. അതിൻ്റെ മുദ്രാവാക്യം, ആപ്തവാക്യം എല്ലാവർക്കും അറിയാലോ. കേരളം കണി കണ്ടുണരുന്ന നന്മ. അപ്പോൾ അതെന്ന് പറയുന്നതാണ് അതിൻ്റെ ആപ്തവാക്യം. ഇനി മിൽമ, അപ്പോൾ മിൽമയുടെ ആപ്തവാക്യം പഠിക്കുക. കേരളം കണി കണ്ടു ഉണരുന്ന നന്മ, ആ വർഷവും ഓർത്തിരിക്കുക. ഇനി ഹരിത കേരളം പദ്ധതി, ഇത് 2016 പദ്ധതിയാണ്. ഹരിത കേരളം പദ്ധതി അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം, ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം എന്നീ 3 മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. എന്തൊക്കെയാണ്? ജൈവ കൃഷി, അതിന് പ്രാധാന്യം. അതേപോലെ തന്നെ ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം, ശുചിത്വ മാലിന്യ സംസ്കരണം. 2016 ഉദ്ഘാടനം ചെയ്തത്. അധ്യക്ഷനാരായിരുന്നു? പിണറായി വിജയനായിരുന്നു. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ചോദിച്ചിട്ടുള്ളതാണ്. ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു KJ യേശുദാസ്. ഇതിൻ്റെ ടാഗ് ലൈനാണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഉപാധ്യക്ഷ എന്ന് പറയുന്നത് TN സീമയാണ്. TN സീമ, അധ്യക്ഷൻ പിണറായി വിജയനുമായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് എന്ത്? കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ. മികച്ച കർഷകന് മലയാള മനോരമ നൽകുന്ന, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മികച്ച കർഷകന് മലയാള മനോരമ നൽകുന്ന അവാർഡാണ് കർഷകശ്രീ എന്ന് പറയുന്നത്. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ. അതും കൂടെ ഓർത്തിരിക്കുക.
ഇനി കേരളത്തിൻ്റെ കുറേ പുരസ്കാരങ്ങളുണ്ട്, കേരള പുരസ്കാരങ്ങൾ. നമുക്കതുകൂടെ നോക്കാം. കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന മികച്ച കർഷകന് കൊടുക്കുന്നത് എന്താണ്? കുറേ എണ്ണം ഉണ്ട്, ഞാൻ സെലക്റ്റീവായിട്ടുള്ള മാത്രം ചോദിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പം മികച്ച കർഷകന് കൊടുക്കുന്നതാണ് കർഷകോത്തമ എന്ന് പറയുന്നത് മികച്ച കർഷകന് കൊടുക്കുന്ന, കേരളം മികച്ച കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് കർഷകോത്തമ. മികച്ച കർഷക വനിതയ്ക്ക് കർഷക തിലകം. പച്ചക്കറി കർഷകന് എന്താ കൊടുക്കുക? ഹരിതമിത്ര. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഹരിതമിത്ര. കൃഷി ഓഫീസർക്ക് കൊടുക്കുന്നതാണ്, കൃഷി ഓഫീസർക്ക് കർഷകമിത്ര. കൃഷി ഓഫീസർക്ക് കർഷകമിത്ര. പച്ചക്കറി കർഷകന് ഹരിതമിത്ര. ഇനി കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്നതാണ് കൃഷി വിജ്ഞാൻ. ശാസ്ത്രജ്ഞനാണ്, അപ്പം കൃഷി വിജ്ഞാൻ. ഇനി പട്ടികജാതി പട്ടികവർഗ കർഷകൻ. മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കൊടുക്കുന്നതാണ് കർഷക ജ്യോതി. അത് ചോദിച്ചിട്ടുണ്ട്, കർഷക ജ്യോതി. ഇനി പാടശേഖര സമിതി, മികച്ച പാടശേഖര സമിതിക്ക് കൊടുക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ്? നെൽക്കതിർ അവാർഡ്. ഇനി ക്ഷീര കർഷകന് കൊടുക്കുന്നത് ഏതാ? ക്ഷീരകർഷകന് ക്ഷീരധാരയാണ് കേട്ടോ, അതും ചോദിച്ചിട്ടുള്ളതാണ്. ക്ഷീരകർഷകന് ക്ഷീരധാര. ക്ഷീരകർഷകന് ക്ഷീരധാര. അപ്പോൾ ഇതിലെല്ലാ പോയിന്റ്സും പഠിക്കാനുള്ളതാണ്. മികച്ച കർഷകന് കർഷകോത്തമ, മികച്ച കർഷക വനിതാ കർഷക തിലകം, പച്ചക്കറി കർഷകന് ഹരിതമിത്ര, കൃഷി ഓഫീസർ കർഷകമിത്ര, കൃഷി ശാസ്ത്രജ്ഞൻ കൃഷി വിജ്ഞാൻ, പട്ടികജാതി പട്ടികവർഗ കർഷകന് കർഷക ജ്യോതി, പാടശേഖര സമിതിക്ക് നെൽക്കതിർ അവാർഡ്, ക്ഷീരകർഷകന് ക്ഷീരധാര. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അന്തരിച്ചത് 2024 സെപ്റ്റംബർ 28-നാണ്. 2023 സെപ്റ്റംബർ 28-നാണ് അന്തരിച്ചത്. ഇനി ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. അപ്പോൾ എന്താണ് എം.എസ്. സ്വാമിനാഥൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹത്തിന് മാഗ്സസെ പുരസ്കാരം, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നിവയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ജീവാണുവളം? ഇതൊക്കെ SCRT പോയിന്റാണ്. എന്താണ് ജീവാണുവളം എന്ന് പറയുന്നത്? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളുകൾ ഒന്ന് നോക്കി വയ്ക്കുക. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ജീവാണുവളങ്ങളുടെ ഉദാഹരണം പഠിച്ചു വയ്ക്കുക. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം. ഇനി സങ്കര ഇനം വിത്തുകൾ, ഇതൊന്ന് പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിക്കാറുള്ളതാണ്. അപ്പം മുളക് എന്ന് പറയുമ്പോൾ ഉജ്ജ്വല, ജ്വാലാമുഖി, മിക്കതും ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഉജ്ജ്വല, ജ്വാലാമുഖി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിക്കും, മുളകാണ്. അപ്പോൾ ഇത് കൂടാതെ ചോദിക്കുന്നതാണ് അനുഗ്രഹ, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നൊക്കെ പറയുന്നത് എന്താ? മുളകാണ്. ഇനി പയർ, ജ്യോതി, ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറയുന്നത് പയറാണ്. ജ്യോതി, ഭാഗ്യലക്ഷ്മി. ലോല, മാലിക, ഇതും ചോദിക്കുന്നതാണ്. ലോല, മാലിക, ജ്യോതിക. ഓക്കെ, ജ്യോതിക, ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നൊക്കെ ഉള്ളത് പയറാണ്. നെല്ല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അന്നപൂർണ, ജ്യോതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പവിഴം, ജയ, അതിൻ്റെ കൂടെ പവിത്ര, അതും കൂടെ നോക്കുക. ഇനി തെങ്ങ്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, അതൊക്കെയുണ്ട്. ഇനി വെണ്ടയാണെങ്കിൽ സൽകീർത്തി, കിരൺ, പിന്നെ ഏതൊക്കെയാണ്? അർക്ക, അനാമികയുണ്ട്, അർക്ക, പിന്നെ ആനക്കൊമ്പൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വെണ്ടയാണ്. ഇനി അതേപോലെ ചോദിക്കാറുള്ളതാണ് തക്കാളി, ഏതൊക്കെയാണ്? അനഘ, അക്ഷയ, മുക്തി. അനഘ, അക്ഷയ, മുക്തി എന്ന് പറയുന്നത് എന്താ? തക്കാളിയാണ്. അനഘ, അക്ഷയ, മുക്തി എന്ന് പറയുന്നത് തക്കാളിയാണ്. ഇനി ശ്രീവിശാഖ എന്നറിയപ്പെടുന്ന എന്താ? മരച്ചീനിയാണ്. ശ്രീവിശാഖ മരച്ചീനിയാണ്. പ്രിയങ്ക എന്ന് പറയുന്നത് പാവലാണ്. പാവൽ വിത്തിനമാണ് പ്രിയങ്ക. അപ്പോൾ നമ്മൾ മരച്ചീനി പറഞ്ഞു. ഇനി വഴുതന ചോദിക്കാറുള്ളതാണ്.
വഴുതന എന്ന് പറയുമ്പോൾ ശ്വേത, സൂര്യ, ശ്വേത, സൂര്യ, ഹരിത, നീലിമ. ഹരിത, നീലിമ. ശ്വേത, സൂര്യ, ഹരിത, നീലിമ. ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. തക്കാളി അനഘാക്ഷയ മുക്തി. ശ്രീവിശാഖ എന്ന് പറയുന്നത് മരച്ചീനിയാണ്. പ്രിയങ്ക പാവലാണ്. വഴുതന ശ്വേത, സൂര്യ, ഹരിത, നീലിമ. വെണ്ട സൽകീർത്തി, കിരൺ, അർക്ക, അനാമിക, ആനക്കൊമ്പൻ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. നെല്ല് പവിത്ര, അന്നപൂർണ. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മാലിക. മുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇനി ഇതെല്ലാം ചോദിക്കുന്നതാണ്. പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മത്സ്യകൃഷിയാണ്. പിസികൾച്ചർ മത്സ്യകൃഷി. സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. സെറികൾച്ചർ എന്താ? പട്ടുനൂൽ പുഴു വളർത്തലാണ്. ഫ്ലോറികൾച്ചർ പുഷ്പം, ഫ്ലവർ, ഫ്ലോറി പുഷ്പം. എപ്പികൾച്ചർ തേനീച്ചയാണ്. എപ്പികൾച്ചർ തേനീച്ച. ക്യൂണികൾച്ചർ, ക്യൂണി എന്ന് പറഞ്ഞാൽ കൂണല്ല, ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. അപ്പോൾ കൂണിന് നമ്മൾ പറയാം മഷ്റൂം കൾച്ചർ എന്നാണ്. കൂണ് മഷ്റൂം കൾച്ചർ. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. ഇനി കോഴിയുടെ പൗൾട്രി ഫാമിംഗ്, കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ് ആണ്. കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്, ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. ഇത് SCRT ആണ്. എല്ലാം പഠിക്കുക. അതൊക്കെ ചോദിച്ചിട്ടുള്ള. പിസികൾച്ചർ മത്സ്യകൃഷി, സെറികൾച്ചർ പട്ടുനൂൽ പുഴു, ഫ്ലോറി ഫ്ലവർ പുഷ്പത്തിൻ്റെയാണ്. എപ്പികൾച്ചർ തേനീച്ച, ക്യൂണികൾച്ചർ മുയൽ, മഷ്റൂം കൂണ്, കോഴിയുടെ പൗൾട്രി ഫാമിംഗ് ആണ്. ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് കന്നുകാലി വളർത്തലാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേരള കാർഷിക സർവകലാശാല. എവിടെയാണ്? കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂരാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള, കണ്ടോ? തോട്ടവിള കാസർഗോഡ്, കിഴങ്ങുവിള ശ്രീകാര്യം തിരുവനന്തപുരം. കിഴങ്ങുവിള ശ്രീകാര്യം തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയത്താണ്. ഇനി അതേപോലെ കാപ്പി ഗവേഷണ കേന്ദ്രം. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടലാണ് കേട്ടോ. ചൂണ്ടൽ എവിടെയാണ്? വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, വയനാട്. ഇഞ്ചി ആണെങ്കിൽ അമ്പലവയലാണ്. അമ്പലവയൽ, വയനാട്. അമ്പലവയൽ, വയനാടാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രീവിയസ് ആയിട്ട്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണാറ, തൃശ്ശൂർ. കണ്ണാറ, തൃശ്ശൂരാണ്. ഇനി കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, രണ്ടെണ്ണമുണ്ട്. ആനക്കയം എവിടെയാ? മലപ്പുറം. ആനക്കയം, മലപ്പുറം. അതേപോലെ തന്നെ മാടക്കത്തറ. മാടക്കത്തറ എവിടെയാ? തൃശ്ശൂർ. അപ്പോൾ ഈ സ്ഥലം എന്താണെന്നിട്ട് ചോദിക്കും. അവിടെയുള്ള എന്താണ് മാടക്കത്തറ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രസിദ്ധ? അവിടെ കശുവണ്ടിയാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് അവിടെയുള്ളത്. ഇനി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ്? വെള്ളാനിക്കരയിലാണ്. വെള്ളാനിക്കര, തൃശ്ശൂർ. വെള്ളാനിക്കര, തൃശ്ശൂരാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. എന്നാൽ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. റിസർച്ച്, കൈതച്ചക്കയുടെ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണുള്ളത്? വാഴക്കുളത്താണ്. വാഴക്കുളം, എറണാകുളം. വാഴക്കുളം, എറണാകുളം. ഇനി നെല്ല്. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണുള്ളത്? നെല്ല് ഗവേഷണ കേന്ദ്രം കായംകുളം. കായംകുളമുണ്ട്. പട്ടാമ്പി, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. മാങ്കൊമ്പ്, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ് ഒക്കെ എന്താണ്? നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. ഇനി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് പുൽത്തൈല. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാ? പുൽത്തൈല ഗവേഷണ കേന്ദ്രം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. ഓടക്കാലി, എറണാകുളം. ഓടക്കാലി, എറണാകുളം. അപ്പോൾ ഈ എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ടെക്സ്റ്റിലുള്ളതാണ്. ഇത് എക്സ്ട്രാ PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. ഇനി സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയെ നമ്മൾ വിളിക്കും അവശ്യ മൂലകങ്ങൾ എന്ന് പറയും. അപ്പോൾ അവശ്യ മൂലകങ്ങൾ ഏതൊക്കെയാണ്? ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ. അവശ്യ മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ. ഇനി ജീവാണുവളങ്ങൾക്ക് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇനി മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറിലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണിൽ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നൈട്രജൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ? റൈസോബിയം,
അസറ്റോബാക്ടർ, അസോസ്പൈറിലം, അതേപോലെ അസോള എന്ന ജലസസ്യം. ഇവരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ജസ്റ്റ് ടെക്സ്റ്റിലുള്ളതുകൊണ്ട് പറഞ്ഞാണ്, ഇത് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഈ കാണുന്ന പോലത്തെ ഫാമിംഗ് ആണ്. അതായത് ഒരു പോളിത്തീൻ ഷീറ്റ് പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനങ്ങളാണ് പോളി ഹൗസ്. കണ്ടത്, ഇതാണ് പോളി ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളി ഹൗസിലുള്ള താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യവളർച്ച വേഗത്തിലാകുന്നു. അപ്പോൾ ഇതാണ് പോളി ഹൗസ് ഫാമിംഗ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി എന്താണ് പ്രിസിഷൻ ഫാമിംഗ്? പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതി കണ്ടോ. അപ്പോൾ അവിടുത്തെ ആ മണ്ണിൻ്റെ സ്വഭാവവും അവിടുത്തെ pHും ജലസാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിച്ചിട്ട് അതിനനുയോജ്യമായിട്ടുള്ള വിള ഏതാണോ അത് കൃഷി ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ചോദിച്ചിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. അത് ഏത് നോക്കുക. കണ്ടോ, അതായത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി. നമ്മൾ സാധാരണ മണ്ണിലാണ് കൃഷി ചെയ്യുക. ഇനി മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. എപ്പോഴും ചോദിക്കാറുണ്ട് ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. അതായത് ചെടികളെ പോഷക ലായനിയിൽ, കണ്ടോ ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലിക്വിഡിലായിരിക്കും, അത് ജലത്തിലാണ്. അപ്പോൾ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. പോഷക ലായനിയിൽ, മണ്ണില്ലാതെ പോഷക ലായനിയിൽ വളർത്തുന്നു. ഇനി വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. എയറോപോണിക്സ് എന്ന് വെച്ചാൽ എയറിൻ്റെ സാന്നിധ്യത്തിൽ, അതായത് ഈ വേരുകളെ നമ്മൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തും. എന്നിട്ട് പോഷകങ്ങളെ ഈ വേരുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാണ് എന്ത്, എയറോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകളിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട പോയിന്റ്സ്. അപ്പോൾ ഇതെല്ലാം SCERTനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ പോയിന്റുകളെല്ലാം ഒന്നും വിടാതെ പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത ആഴ്ച തൊട്ടൊക്കെ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആക്കിയ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ഭൂമിശാസ്ത്രം, ഇപ്പോൾ ഇനി പൊതുജനാരോഗ്യമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഭരണഘടന കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്നൊക്കെയുള്ള ഈ 2023-24 വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഏരിയയിൽ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പറയാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ആ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ PSC വീണ്ടും ചോദിക്കുള്ളൂ. പ്രിലിംസ് നിങ്ങൾക്ക് മസ്റ്റായിട്ടും, നിങ്ങൾക്ക് ഷുവറായിട്ടും പ്രിലിംസ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ പാസ്സാവാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്